ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ ഔട്ട്ലൈന്, 1-ാം അധ്യായം ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ 6 സെക്ഷനാണുള്ളത്. ഈ 6 സെക്ഷൻസ് ഔട്ട്ലൈൻ BTI എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ ഇംഗ്ലീഷിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ ഒരു പരിമിതിയാണ്, കാരണം ടൈപ്പ് ചെയ്യാൻ ഇംഗ്ലീഷാണ് എളുപ്പം. അതിനുള്ള സമയമേ അങ്ങോട്ട് ലഭിക്കുന്നുള്ളൂ. അത് കോപ്പി ചെയ്ത് നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നിങ്ങൾക്ക് കിട്ടും. മലയാളം ട്രാൻസ്ലേഷൻ 95% ആക്യുറേറ്റ് ആണ്. ബാക്കി 5% നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് 1-ാം അധ്യായത്തിൻ്റെ ഔട്ട്ലൈന് ലഭിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ നോട്ട് ചെയ്യാൻ സാധിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നെ അല്ലെ ഡോക്ടർ സനീഷ് ചെറിയാനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രദർ ജോൺസൺ ഇൻഡോർ ഞങ്ങളുടെ 2 പേരുടെ മൊബൈൽ നമ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആരെയെങ്കിലും കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ചേർക്കാം. ചേർത്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഔട്ട്ലൈൻ കാണാൻ സാധിക്കും. ഒരു പ്രശ്നമേ ഉള്ളൂ, ചേർത്ത് കഴിഞ്ഞുള്ളതേ കാണാൻ സാധിക്കത്തുള്ളൂ. അതിന് മുൻപ് പോസ്റ്റ് ചെയ്ത അത് വാട്സാപ്പിൻ്റെ ഒരു കുഴപ്പമാണ്. ചേർത്തതിന് മുൻപുള്ളത് ഒന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. അത് എന്നെയോ ഡോക്ടർ സനീഷിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ചെയ്ത് നിങ്ങളുടെ വാട്സാപ്പിലോട്ട് ഞങ്ങൾ അയച്ചു തരാം. 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടത് ഈ ലേഖനം എഴുതിയ പൗലോസാണല്ലോ. പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ ഇത് എഴുതിപ്പിച്ചപ്പോൾ പൗലോസ് ആദ്യമേ പൗലോസിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു. ആ പശ്ചാത്തലം തന്നെ പൗലോസിൻ്റെ വിളി, പൗലോസിനെ വിളിച്ച് അയച്ചത് ദൈവത്തിൽ നിന്നായിരുന്നെന്നുള്ളത് പൗലോസ് ഇവിടെ ഓർപ്പിക്കുന്നു. അതിന് കാരണമുണ്ട്. ഈ ലേഖനം പൗലോസിൽ കൂടെയാണ് ദൈവാത്മാവ് തന്നത്. അതുകൊണ്ട് ഈ ലേഖനം എഴുതിയ ആള് ദൈവാത്മാ നിയോഗത്തോടെ ഇത് ചെയ്യുന്നതെന്നുള്ളത് ദൈവജനത്തെ ഓർപ്പിക്കണം. അത് പൗലോസ് ജസ്റ്റ് പറയുകയല്ല. ഗലാത്യയില് അപ്പോസ്തലൻ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പല രീതിയിലുള്ള അടയാളങ്ങളാൽ ദൈവാത്മാവ് അത് വ്യക്തമാക്കിയായിരുന്നു. ഇത് ദൈവാത്മാവാൽ അയക്കപ്പെട്ട വ്യക്തിയാണെന്നും ദൈവാത്മാവിന്റെ സന്ദേശമാണ് ഡിക്ലെയർ ചെയ്യുന്നത്. 2-ാമത്തെ സെക്ഷനിൽ നമ്മൾ കണ്ടത് അങ്ങനെ പൗലോസും മറ്റ് പല അപ്പോസ്തലന്മാരിൽ കൂടെ പുതിയ നിയമം നമുക്ക് നൽകുന്ന സന്ദേശം നിസ്തുല്യമാണ്, യുണീക്ക്. പഴയ നിയമം നിസ്തുല്യം അല്ലെന്നല്ല ഇവിടെ പറഞ്ഞത്. പഴയ നിയമത്തിൻ്റെതായ നിസ്തുല്യതയുണ്ട്. എന്നാൽ ഇതൊരു പുതിയ യുഗമാണ്, കൃപായുഗം. ഈ എല്ലാ യുഗങ്ങളിലും കൃപായുഗത്തിൻ്റെ നിസ്തുല്യത വളരെ അധികമാണ്. അപ്പോൾ നമ്മുടെ വിശ്വാസം നിസ്തുല്യമാണെന്ന സെക്കൻഡ് സെക്ഷനിൽ കാണുന്നത്. 3-ാമത്തെ സെക്ഷനിൽ നാം കണ്ടത് ഈ നിസ്തുല്യ സുവിശേഷം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞ് ആ സുവിശേഷത്തെ അംഗീകരിച്ച ആളുകളുടെ ജീവിതത്തിൽ ദൈവാത്മാവ് ചെയ്ത നിക്ഷേപങ്ങൾ അസംഖ്യങ്ങളാണ്. ആ നിക്ഷേപങ്ങളെ വേസ്റ്റാക്കുന്നത്, നാനാവിധമാക്കുന്നത് അത് ആത്മീക ജീവിതത്തിൽ മൂഢന്മാർ മാത്രമേ ചെയ്യത്തുള്ളൂ. കർത്താവ് നാണയങ്ങളുടെ ഉപമ പറഞ്ഞതിൽ എല്ലാ ഉപമയിലും ഒരു നാണയം കിട്ടിയ ഒരുത്തൻ അത് വേസ്റ്റ് ആക്കിയതായിട്ട് നാം കാണുന്നുണ്ട്. അത് അവൻ്റെ ജീവിതത്തിൽ ശുഭമായില്ല എന്ന് ദൈവവചനത്തിൽ നാം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ നമ്മുടെ ആത്മീക ജീവിതത്തെ മടങ്ങി നോക്കുക. നമുക്ക് ദൈവം തന്നത് വേസ്റ്റ് ആക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലത്. 4-ാമത്തെ സെക്ഷൻ 10-ാം വാക്യം തൊട്ട്, 1-ാം അധ്യായം 10-ാം വാക്യം തൊട്ട് 12-ാം വാക്യമാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ സെക്ഷൻ 10-ാം വാക്യം തൊട്ട് 12 വരെ. ഈ 3 വാക്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുന്നത് കൃപയുടെ സന്ദേശം മനുഷ്യനിർമ്മിതമല്ല,
അത് ദൈവത്തിൽ നിന്ന് വന്ന സന്ദേശമാണ്. അതിൻ്റെയും കാരണങ്ങൾ ഇവിടെ ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണെന്നുള്ളത് പെന്തിക്കോസ്ത് നാൾ തൊട്ട് ദൈവാത്മാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദൈവം മനുഷ്യരൂപത്തിൽ മനുഷ്യരുടെ മുമ്പിൽ ചെന്നും സ്വപ്നത്തിൽ കൂടെയും ദർശനങ്ങളിൽ കൂടെയും മെയിൻലി പ്രവാചകന്മാരിൽ കൂടെ തൻ്റെ സന്ദേശങ്ങൾ നൽകി. പ്രവാചകന്മാരാണ്, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണെന്ന് ദൈവജനം മനസ്സിലാക്കാൻ വേണ്ടി ദൈവം പല രീതിയിലുള്ള അടയാളങ്ങൾ കാണിച്ചു. അതുകൊണ്ട് ഏലിയാവ്, എലീശ, യെശയ്യാവ് ഇവര് പ്രവാചകന്മാരാണ് എന്ന് ആർക്കും സംശയമില്ലായിരുന്നു. ഈ പ്രവാചകന്മാര് സംസാരിക്കുന്നത് ദൈവവചനമാണ് എന്നുള്ളതും ആർക്കും സംശയമില്ലായിരുന്നു. പുതിയ നിയമം വന്നപ്പോൾ 400 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞാണ് പുതിയ നിയമം ലഭിക്കുന്നത്. 400 വർഷം ദൈവം ഒരു പ്രവാചകനെ, അതിനു മുൻപുള്ളതുപോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചില്ല, ലിഖിത രൂപത്തിൽ ദൈവവചനം നൽകിയില്ല. അവിടെ ഇവിടെയും ചില വിപ്ലവകാരികൾ, യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള വിപ്ലവകാരികൾ, അവരെ ഭരിച്ച റോമൻ സാമ്രാജ്യത്തിനെതിരെ എഴുന്നേറ്റു, പ്രവർത്തിച്ചു. റോമൻ സാമ്രാജ്യം അവരെ എല്ലാം കൺട്രോൾ ചെയ്തു, ഉന്മൂലനം ചെയ്തു. അതല്ലാതെ ദൈവാത്മാവിൻ്റെ ഡയറക്ട്ലി കാണപ്പെടുന്ന ഒരു പ്രവർത്തനം ഈ 400 വർഷങ്ങൾ നടന്നില്ല. അതുകൊണ്ട് പുതിയ നിയമ കാലം തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ കൃപായുഗം തുടങ്ങിയപ്പോൾ, ഇത് ദൈവാത്മാവിൻ്റെ ഒരു പ്രത്യേക പ്രവർത്തനമാണ് എന്നുള്ളത് ദൈവജനത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിനു മുൻപ് തൊട്ടേ പല രീതിയിലുള്ള അടയാളങ്ങൾ ദൈവാത്മാവ് നൽകി തുടങ്ങി. ഈ അടയാളങ്ങൾ കണ്ട് ആദ്യമേ മനസ്സിലായത് മറിയയ്ക്കായിരുന്നു. മറിയ ഈ വിഷയങ്ങൾ മനസ്സിൽ വെച്ച് മെഡിറ്റേറ്റ് ചെയ്തെന്ന് ദൈവവചനം പറയുന്നു. അത് കഴിഞ്ഞ് കർത്താവ് ദേവാലയത്തിൽ പുരോഹിതന്മാരോടും അങ്ങനെയുള്ള പണ്ഡിതന്മാരോട് സംസാരിച്ചപ്പോൾ ഇത് ഒരു നോർമൽ ഒരു ശിശു അല്ല, ഇതൊരു അത്ഭുത ശിശു ആണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ അംഗീകരിച്ചു. 30-ാം വയസ്സിൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണത്തിൽ കാണിച്ചപ്പോൾ എല്ലാവരും ഒന്നും വിശ്വസിച്ചില്ല, എന്നാൽ ധാരാളം ആളുകൾ വിശ്വസിച്ചെന്ന് നമ്മൾ ദൈവവചനത്തിൽ കാണുന്നു. അപ്പൊ ഈ കർത്താവിൻ്റെ ജന്മത്തെക്കുറിച്ചുള്ള ആ പ്രവചനം തൊട്ട് ഇത് ഒരു പുതിയ യുഗത്തിൻ്റെ ആരംഭമാണ്, ഒരു പുതിയ യുഗം തുടങ്ങാൻ പോവുക എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവാത്മാവ് കാണിച്ചു കൊടുത്തു. അല്ലാതെ ബ്ലൈൻഡ്ലി ഒരു ദിവസം ഇത് സുവിശേഷമാ, പുതിയ നിയമമാണെന്നല്ല പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് പെന്തിക്കോസ്ത് നാളിൽ ഒരു നവീന യുഗം തുടങ്ങുവാണെന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. കാരണം അവിടെ കൂടിയിരിക്കുന്നവര് വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നതും 10-15 ഭാഷകളിലുള്ള ആളുകൾ ഇവർ സംസാരിക്കുന്നത് ഓരോരുത്തരും അവനവൻ്റെ ഭാഷയിൽ കേൾക്കുന്നതും അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി. കണ്ടിട്ടില്ലാത്ത ഏത് കാര്യത്തെ കണ്ടാലും പരിഹസിക്കുന്ന ചില ആളുകളുണ്ട്. അതിന് ചില കൾച്ചറിൽ പരിഹാസികൾ മറ്റ് കൾച്ചേഴ്സിനേക്കാൾ അധികമാണ്. അതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് മലയാളികൾ. മലയാളികൾ നമ്പർ 1 പരിഹാസികളാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വന്ന കാര്യങ്ങൾ കണ്ട് അതിനെ പരിഹസിച്ചവരാണ് നാം. 1960 നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ വന്നപ്പം, നോർത്ത് ഇന്ത്യയിലെ കൊച്ചുകുട്ടികൾ തൊട്ട് പാൻറ് ഇട്ട് തുടങ്ങും,
പാൻ്റ് ഇട്ട് സൺഡേ സ്കൂളിൽ പോയേച്ച്, ഞാൻ കേരളത്തിൽ കല്ലിശ്ശേരിയിൽ സൺഡേ സ്കൂളിൽ പോയേച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ, അന്ന് കേരളത്തിലെ പാൻ്റ് ഈവൻ മുതിർന്നവർ പോലും ഇടത്തില്ലായിരുന്നു. വഴിയെ പോയ പിള്ളേരൊക്കെ വിളിച്ചു പറഞ്ഞ്, ആണ്ടടാ മുണ്ടൊടുക്കാത്തവൻ പോകുന്നു, മുണ്ടൊടുക്കാത്തവൻ പോകുന്നു. രണ്ടർത്ഥമുണ്ടല്ലോ അതിന്. അത് നമ്മുടെ കൾച്ചറാണ്. നമ്മൾ മലയാളികൾ പരിഹാസികളാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ അതിന്റെ വെളിച്ചത്തിൽ വേണം പെന്തിക്കോസ്ത് നാളിൽ എന്ത് സംഭവിച്ചെന്നുള്ള കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ ചിലർ പറഞ്ഞു ഇവർ മദ്യപിച്ചതാണെന്ന്. അതായിരുന്നു പരിഹാസികൾ. എന്നാൽ ദൈവാത്മാവിന്റെ പ്രേരണയാൽ പത്രോസ് എഴുന്നേറ്റ് അവർക്കും യുക്തമായ മറുപടി പറഞ്ഞു എന്ന് മാത്രമല്ല, അത് വിശുദ്ധ തിരുവെഴുത്തിന്റെ ഏത് ഭാഗം അന്ന് അവിടെ നിവൃത്തിയായെന്നുള്ളതും ദൈവാത്മാവ് പത്രോസിനെ കൊണ്ട് പറയിപ്പിച്ചു. ആ അത്ഭുതം കണ്ടു കഴിഞ്ഞ് പത്രോസ് സുവിശേഷം പറഞ്ഞപ്പോൾ 3000-ഓളം ആളുകൾ അന്ന് രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തു. സോ പുതിയ നിയമത്തിന്റെ ഈ സന്ദേശം ഇത് ദൈവാത്മാവിൽ നിന്നും ദൈവത്തിൽ നിന്നുള്ളതാണെന്നും ഇത് നിസ്തുല്യമായ ഒരു സന്ദേശമാണെന്നും കർത്താവ് ജനിക്കുന്നതിന് മുൻപ് തൊട്ട് ദൈവാത്മാവ് ഇൻഡിക്കേറ്റ് ചെയ്തു തുടങ്ങി. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ 3.5 വർഷം അത് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം നമ്മളൊരു പെൻസിൽ എടുത്ത് അത് വായിക്കുമ്പം ഇത് കണ്ടവർ വിശ്വസിച്ചു, കണ്ടവർക്ക് മനസ്സിലായെന്നുള്ള ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യോഹന്നാൻ നിറച്ചതാണ്. കാരണം യോഹന്നാൻ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവ് പറഞ്ഞ എല്ലാം ഒന്നും താൻ എഴുതിയില്ല, അത് എഴുതിയതിന് ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. ഈ ഈ ഞാൻ എഴുതിയ ലൈഫ് ഹിസ്റ്ററി വായിച്ചിട്ട് യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി രക്ഷ പ്രാപിക്കണം. സോ കർത്താവിൻ്റെ ഈ ലോകത്തിലുണ്ടായിരുന്ന 3.5 വർഷം വ്യക്തമായിട്ട് ദൈവാത്മാവ് പല രീതിയിലുള്ള കാരണങ്ങളും പല രീതിയിലുള്ള അത്ഭുതങ്ങളിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണെന്നും ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ഈ ലോകത്തിൽ വന്നതാണെന്നുള്ളത് വ്യക്തമാക്കി. അത് കഴിഞ്ഞാണ് പെന്തിക്കോസ്ത് നാളില് വലിയൊരു അത്ഭുതത്തിൽ കൂടെ ഓരോരുത്തർ സംസാരിക്കുന്ന കേൾക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ഭാഷയിൽ ആകുന്നു. അത് മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു അത്ഭുത ദൈവാത്മാവിന്റെ ഒരു അത്ഭുത പ്രവൃത്തിയാണ്. ഇത്രയും ഈ അത്ഭുതങ്ങൾ കാണിച്ച് ദൈവജനത്തിന് ഇത്രയും കാര്യങ്ങൾ ക്രിസ്തുവിന്റെ ജനനം മുതൽ ക്രിസ്തുവിന്റെ ജീവിതകാലത്തും അത് കഴിഞ്ഞും ദൈവാത്മാവ് വ്യക്തമാക്കിയതിൻ്റെ മെയിൻ കാരണം, ഒന്ന്, 400 വർഷത്തെ സൈലൻസ് കഴിഞ്ഞാണ് ദൈവാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങി. ഇങ്ങനെ ദൈവജനത്തിന് വെളിപ്പാട് കൊടുത്തു തുടങ്ങിയത്. 2, ഇതിനു മുൻപുള്ള യുഗങ്ങളിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു ദൈവവചനം പഠിപ്പിക്കാൻ വേണ്ടി. എന്നാൽ പുതിയ നിയമത്തിലുള്ള പ്രവാചകന്മാർ പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് പുതിയ നിയമം തുടങ്ങിയപ്പോൾ അത്ഭുതങ്ങളിൽ കൂടെയാണ് ദൈവാത്മാവ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലിൽ കൂടെ ദൈവാത്മാവ് ദൈവജനത്തോടും രക്ഷയുടെ അനുഭവം ഇല്ലാത്തവരോടും പറയാൻ ആഗ്രഹിച്ചതും പറഞ്ഞതും ഇത് ദൈവത്തിൽ നിന്നുള്ള സുവിശേഷമാണ്. കൃപയുടെ ഈ സന്ദേശം പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ സന്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഇത് മനുഷ്യന്റെ സന്ദേശമാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇത് ദൈവത്തിൽ നിന്നുള്ള സന്ദേശമാണ്. ആ കാര്യം വാക്യങ്ങൾ 10 തൊട്ട് 12 ദൈവാത്മാവ് പറയുന്നു. 10-ാം വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചു. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കുകയില്ല. അപ്പം ദൈവം തൻ്റെ സന്ദേശം ജനത്തിന്റെ അടുത്ത് എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ച പലരിൽ
ഒന്നായിരുന്നു പൗലോസ്, ദൈവത്തിന്റെ സിംഹമായ പൗലോസ്. പൗലോസ് ഇപ്പം ഓർപ്പിക്കുന്നത്, പൗലോസിൽ കൂടെ ദൈവാത്മാവ് നൽകിയത് ദൈവിക സന്ദേശമായിരുന്നു. ആ സന്ദേശം പ്രഖ്യാപിക്കുന്നതിൽ കൂടെ മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാനാണ് നോക്കുന്നത്. ഇതെടുത്തു പറയാൻ ഒരു കാരണമുണ്ട്. ഗലാത്യയില് ഈ പഴയ നിയമം കൂടെ അനുസരിക്കണം എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ വന്ന് ഗലാത്യ വിശ്വാസികളെ അവർ ദൈവത്തെയും മനുഷ്യരെയും കൂടെ പ്രസാദിപ്പിക്കണം എന്ന് ക്യാൻവാസ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്തായിരുന്നു. അത് തെറ്റാണ്. മനുഷ്യരെ അല്ല, ദൈവത്തെ മാത്രമാണ് പ്രസാദിപ്പിക്കേണ്ടത് എന്ന് ദൈവാത്മാവ് ഇവിടെ ഓർപ്പിക്കുന്നു. 11-12 വാക്യം. അപ്പം ഇത് ദൈവത്തിൽ നിന്ന് വന്നതായിട്ട് മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കരുത് എന്ന് 10-ാം വാക്യത്തിൽ കണ്ടിട്ട് 11-12 നാം കാണുന്നത്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അത് തന്നെയാണ് 10-ാം വാക്യത്തിൽ ഓർപ്പിച്ച്, മറ്റൊരു രീതിയിലാണെന്നേ ഉള്ളൂ. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. പശ്ചാത്തലം ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ. പെന്തിക്കോസ്ത് നാള് തൊട്ട് ഇത് ദൈവിക സന്ദേശമാണെന്നുള്ളത് പത്രോസിൽ കൂടെയും മറ്റ് അപ്പോസ്തലന്മാരിൽ കൂടെയും അത് കഴിഞ്ഞ് പൗലോസിൽ കൂടെയും ദൈവാത്മാവ് വ്യക്തമാക്കിയിരുന്നു. അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല. ഗലാത്യയില് പൗലോസ് ചെന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആ സുവിശേഷ ഘോഷണത്തിൻ്റെ കൂടെ പല രീതിയിലുള്ള അത്ഭുത പ്രവർത്തനങ്ങളിൽ കൂടെ ഇത് ദൈവികമാണെന്നുള്ളത് ദൈവാത്മാവ് അവർക്ക് തെളിയിച്ചു കൊടുത്തതാണ്. അത് ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കുകയാണ്, ഇത് ദൈവത്തിൽ നിന്നാണ്, മനുഷ്യരോട് പ്രാപിച്ചില്ല, മനുഷ്യരോട് പഠിച്ചിട്ടില്ല. ഇവിടെ ദൈവജനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വേർപെട്ടവരാണെന്ന് പറയുമ്പോൾ ഈ വേർപാടിന്റെ സന്ദേശം ഇത് മനുഷ്യനിർമ്മിത സന്ദേശമല്ല. മനുഷ്യനിർമ്മിത സന്ദേശം വേർപാടിന്റെ അല്ല, അനുരഞ്ജനത്തിന്റെ സന്ദേശമാണ്. മനുഷ്യനിർമ്മിത സന്ദേശം ന്യായപ്രമാണത്തിന്റെ സന്ദേശമാണ്. ഞാൻ പഴയ നിയമ ന്യായപ്രമാണമല്ല, പുതിയ നിയമത്തിൽ ഓരോരുത്തര് കൊണ്ടുവരുന്ന ന്യായപ്രമാണം. കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം കത്തോലിക്ക സഭ എത്ര നിയമങ്ങളാണ്. പഴയ നിയമത്തിലെ നിയമങ്ങളെക്കാൾ കഷ്ടമാണ് കത്തോലിക്ക സഭ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങൾ. അതുപോലെ തന്നെ യാക്കോബായ ചർച്ച്, മാർത്തോമ കുറച്ചു കുറവാണെങ്കിൽ ഇന്ന് അതേ വഴിയിലാണ് പോകുന്നത്. സത്യത്തിന്റെ ഉറവിടം മനുഷ്യനിർമ്മിത ചർച്ചസ് അല്ല. മനുഷ്യനിർമ്മിത ചർച്ചസ് അസത്യത്തിന്റെ ഉറവിടമാണ്. കാരണം ഓരോ വർഷം കഴിയും തോറും അവർ മനുഷ്യനിർമ്മിത നിയമങ്ങള്, മനുഷ്യനിർമ്മിത ചടങ്ങുകള്, മനുഷ്യനിർമ്മിത റിക്വയർമെന്റ്സ് വർദ്ധിപ്പിച്ചു വരികയാണ്. സത്യത്തിന്റെ ഉറവിടം ഈ ചർച്ചസ് അല്ല, സത്യത്തിന്റെ ഉറവിടം ദൈവം മാത്രമേ ഉള്ളൂ. സത്യമാണെന്ന് അവകാശപ്പെടുകയും അതിന്റെ ഉറവിടം ദൈവമല്ലെങ്കിൽ അത് സത്യമല്ല, അസത്യമാണ്. വിശുദ്ധ തിരുവെഴുത്ത് AD 70 എഴുതി പൂർത്തിയാക്കി. അതോടെ ഞാനൊരു പ്രവാചകനാണെന്നും പറഞ്ഞ് ആരെങ്കിലും വന്നാൽ അത് അസത്യമാണ്. വിശുദ്ധ തിരുവെഴുത്ത് പൂർത്തിയാകുന്നതോടെ പൂർണ്ണമായത് വന്നതോടെ അംശമായത് മാറിപ്പോയി എന്ന് 1 കൊരിന്ത്യർ നമ്മൾ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 13 വിശുദ്ധ തിരുവെഴുത്താണ് പൂർണ്ണമായത്. അത് AD 70 കംപ്ലീറ്റ് ആയിരുന്നു. AD 90 കംപ്ലീറ്റ് ആയെന്ന് കേട്ടിട്ടുള്ള സഹോദര സഹോദരിമാരെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, അതെന്റെ ഇന്നത്തെ പ്രധാന വിഷയം അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് കടന്നു പോകുന്നില്ല. AD 90 കംപ്ലീറ്റ് ആയെന്നൊക്കെ ഈ പഠിപ്പിക്കുന്നത് തിരുത്തൽവാദികളാണ്.
ഈ തിരുത്തൽവാദികൾ 1800 തൊട്ട് വേർപാട് സഭയെ സ്വാധീനിച്ചതാണ്. ആ തിരുത്തൽവാദികളുടെ ടീച്ചിങ് വിട്ട് നമ്മൾ വിശുദ്ധ തിരുവെഴുത്തിനെ കുറെ കൂടെ റെസ്പെക്റ്റോടെ കാണണം. ഹെവി മെറ്റീരിയൽ വായിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ജേണൽ, അതിൻ്റെ ലേറ്റസ്റ്റ് ഇഷ്യൂയിൽ ഞാൻ അതിനെക്കുറിച്ചൊരു ഗവേഷണ പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പുതിയ നിയമം AD 70 മുൻപ് എഴുതി തീർത്തെന്നുള്ളതും അതിനുള്ള ലഭിച്ചുകൊണ്ടിരിക്കുന്ന തെളിവുകളും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു PDF കോപ്പി നിങ്ങൾക്ക് അയച്ചു തരാം. ആ ലേഖനത്തിൻ്റെതോ അല്ലെ ജേണൽ കംപ്ലീറ്റിൻ്റെയോ ഒരു കോപ്പി അയച്ചു തരാം. ബട്ട് നിങ്ങൾ മനസ്സിൽ വെക്കണം, AD 70 ആയപ്പോൾ കാനൺ ക്ലോസ് ചെയ്തു. കാനൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഒരു പ്രവാചകനും ഇല്ല. ആരെങ്കിലും ഒരു പ്രവാചകനാണെന്നും അല്ലെങ്കിൽ ആരെങ്കിലും തനിക്കൊരു പ്രവചനമുണ്ടായി എന്ന് പറഞ്ഞാൽ അത് അസത്യമാണ്. അത് ഒന്നിൽ തൻ്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ സാത്താനിൽ നിന്ന് വന്നതാണെന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ പലരുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ, ഹർഷോന്മാദം, മാനുഷ തത്വജ്ഞാനം, ഇതിൽ നിന്നെല്ലാം പല രീതിയിലുള്ള ഐഡിയാസ് നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. നമ്മളിൽ പലര് പറയുന്ന ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഞാൻ റിയലി കണ്ടു, ഞാൻ എൻ്റെ റൂമിൽ ഇരിക്കുമായിരുന്നു, ആ സമയത്ത് ഒരു ദൈവദൂതൻ ഡോർ തുറന്നു വന്ന് എന്നോട് സംസാരിച്ചു. കാനൺ പൂർത്തിയായി കഴിഞ്ഞതോടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ല. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ സങ്കല്പങ്ങൾ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹർഷോന്മാദത്തിൽ കൂടുള്ള ഭാഷകൾ, മാനുഷ തത്വശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ടീച്ചിങ്സ്, ഇതൊന്നും ദൈവവചനമല്ല. ഇത് ഒന്നിൽ മനുഷ്യനിൽ നിന്ന് അല്ലെങ്കിൽ സാത്താനിൽ നിന്ന് വരുന്നതാണ്. വിശ്വാസികൾ വളരെ ആക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിൽ ലോകമെമ്പാടും 100 കണക്കിന് ഫോൾസ് ഗ്രൂപ്പ്സ്, നമ്മൾ ഫോൾസ് കൾട്ട് എന്ന് പറയുന്ന ഫോൾസ് ഗ്രൂപ്പ്സ് വന്നിട്ടുണ്ട്. അതില് യഹോവ സാക്ഷിക്കാര്, സെവൻത് ഡേക്കാര്, യേശുനാമക്കാര്, പിന്നെ മോർമോൺസ്, ഒത്തിരി ഗ്രൂപ്പ്സ് നമുക്കറിയാമല്ലോ. നമ്മളറിയാത്ത ഒത്തിരി ഗ്രൂപ്പ്സുമുണ്ട്. ഇവരെല്ലാം ഈ ദുരുപദേശം പഠിപ്പിക്കുന്നതിൻ്റെ കാരണം ആ ദുരുപദേശത്തിൻ്റെ ഉറവിടം മനുഷ്യനാണ്, ദൈവമല്ല. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ബ്രദറെ, അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു നല്ല ആളുകളാ. നല്ല ആളുകളല്ലെന്ന് ആരും പറയുന്നില്ല. നമ്മുടെ ചുറ്റിനും ധാരാളം നല്ല ആളുകളുണ്ട്. എനിക്ക് ഒരു പ്രൊഫഷണൽ സർക്കിളില് ഒരു മുസ്ലിം ഫ്രണ്ടുണ്ട്, കോഴിക്കോട്ടുകാരനാണ്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യാതൊരു രീതിയിലും വിഗ്രഹാരാധന ചെയ്യത്തില്ല. മരിച്ചു കഴിഞ്ഞാല് കുഴിച്ചിടുന്നിടത്ത് ഒരു അടയാളം പോലും വെക്കത്തില്ല. കാരണം അടയാളം വെച്ച് കഴിഞ്ഞാൽ ചില വർഷങ്ങൾ കഴിയുമ്പോൾ അതിനെ ഓണർ ചെയ്യുന്ന സാധ്യതയുണ്ട്. എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യുന്നു. ആൻഡ് ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കുന്നു. സംസാരിച്ചു കഴിഞ്ഞാൽ പരദൂഷണം, കുറ്റം ഒന്നുമില്ല. നല്ല ജീവിതമല്ലേ? ആന്നു. അപ്പം ഞാൻ ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി ദൈവഭാഗത്തല്ല എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി ദുരുപദേഷ്ടാവാണെന്ന് പറഞ്ഞാൽ തനിക്കൊരു നല്ല ജീവിതം ഇല്ലെന്നർത്ഥമില്ല.
ഈ ലോകത്തിലെ നമ്മളെക്കാൾ നല്ല ജീവിതം നയിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. എന്നാൽ നല്ല ജീവിതം അവരുടെ തത്വശാസ്ത്രത്തെയോ അവരുടെ ഉപദേശത്തെയോ നീതീകരിക്കുന്നില്ല. അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യനിൽ നിന്നോ സാത്താനിൽ നിന്നോ വരുന്ന എല്ലാ ടീച്ചിങ്സും അത് ആത്യന്തികമായിട്ട് സാത്താന്യമാണ്. കഴിഞ്ഞ 200-250 വർഷങ്ങളിൽ നൂറുകണക്കിന് ഗ്രൂപ്പ്സ് ഫോൾസ് കൾട്സ് ഉണ്ടായിട്ടുണ്ട്. അവയെല്ലാം സാത്താന്യമാണെന്ന് ഓർപ്പിക്കട്ടെ. വിശ്വാസികളുടെ ഇടയ്ക്ക് ഇവരുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. വിശ്വാസികൾ അത് പ്രത്യേകം സൂക്ഷിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. പ്രത്യേകിച്ചൊരു കാര്യം എടുത്തു പറയട്ടെ, അത് കഴിഞ്ഞ് വേദപുസ്തകത്തിൽ നിന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില റെഫറൻസ് കൂടെ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നു. 1930കളിൽ ലൂസിഫർ ട്രസ്റ്റ് എന്നും പറഞ്ഞൊരു ട്രസ്റ്റ് ഒരു സ്ത്രീ സ്ഥാപിച്ചു. അവരുടെ പേരായിരുന്നു ആലിസ് ബെയ്ലി. ലൂസിഫർ ട്രസ്റ്റ് എന്ന് തന്നെ അതിൻ്റെ പേര്. ഒരു പ്രേതത്തിന്റെ സഹായം കൊണ്ട് അവർ ഏതാണ്ട് 65 ബുക്സ് എഴുതി. അവരുടെ ഇൻഫ്ലുവൻസിൽ ഉണ്ടായതാണ് ന്യൂ ഏജ് മൂവ്മെന്റ്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇന്നലെ ഞങ്ങളുടെ സഭയിൽ സന്ദേശം നൽകിയതിൻ്റെ ഇടയ്ക്ക് ആ സഹോദരൻ പറയുകയുണ്ടായി, കോടിക്കണക്കിന് ആളുകൾ അതിൻ്റെ ഇൻഫ്ലുവൻസിൽ അമേരിക്കയിൽ വന്നു കഴിഞ്ഞെന്ന്. അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യയിലും വന്നു കഴിഞ്ഞു. വേർപാടുകാരെ 1960കൾ തൊട്ട് സ്വാധീനിച്ചു തുടങ്ങിയ ഒരു മൂവ്മെൻ്റാണ് ന്യൂ ഏജ് മൂവ്മെൻറ്റ്. ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ ദൈവമാണ് പ്രജാപതി. പ്രജാപതി ക്രിസ്തു ആണെന്ന് നിങ്ങളെല്ലാം ചിലരിൽ നിന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ അധികം ആരും അങ്ങനെ പറയുന്നില്ല. പ്രജാപതി ന്യൂ ഏജ് മൂവ്മെൻറ്റിൻ്റെ ദൈവമാണ്. ആൻഡ് അതാരാണെന്നുള്ളത് പ്രജാപതി ദ കോസ്മിക് ക്രൈസ്റ്റ് എന്നുള്ള പുസ്തകത്തിൽ ഒരു കോശി ഏബ്രഹാം എന്നും പറഞ്ഞ ഒരാൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. കോശി ഏബ്രഹാം പറയുന്നത് ഈ പ്രസ്ഥാനത്തിലുള്ളവരുടെ ദൈവം സാത്താനാണ്. കോസ്മിക് ക്രൈസ്റ്റ് എന്നുള്ള പുസ്തകത്തിലാണ് ആ കാര്യം. വേറെ ഒരു പുസ്തകത്തിൽ അത് വ്യക്തമാക്കിയിട്ടില്ല. ഈ പുസ്തകത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂ ഏജ് മൂവ്മെന്റിന്റെ ദൈവം സാത്താനാണ്. അതുകൊണ്ടാണ് ലൂസിഫർ ട്രസ്റ്റിന്റെ പുസ്തകങ്ങളിൽ നിന്ന് അത് വന്നത്. പ്രാണിക് ഹീലിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ന്യൂ ഏജ് മൂവ്മെന്റിന്റെ ഒരു പുത്രിയാണ്. ഇന്ന് പ്രാണിക് ഹീലിംഗ് നമ്മുടെ ഇടയ്ക്ക് അധികം ആളുകൾ ചെയ്യുന്നില്ല. എന്നാൽ ന്യൂ ഏജ് മൂവ്മെന്റിന്റെ പ്രഭാവത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വീടിന് കല്ലിടുമ്പോൾ ഇന്ന ദിവസമേ ഇടാവൂ. അതുപോലെ കലണ്ടർ നോക്കിയിട്ട് ഈ രാഹുകാലവും കേത്തുകാലവും ഒക്കെ നോക്കിയിട്ട് മാത്രമേ കല്ലിടാവൂ. അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്താഗതി ചിലയിടത്ത് വിശ്വാസികളുടെ ഇടയ്ക്കുണ്ട്. ചിലയിടത്തൊക്കെ പ്രത്യേകിച്ച് തെക്കോട്ടൊക്കെ കല്യാണത്തിന് 10 മണിയാ പറഞ്ഞിരിക്കുന്നതെങ്കിൽ 10 മണിയായിട്ടും കല്യാണം തുടങ്ങത്തില്ല. കാരണം എന്താണ്? അമ്മാവൻ എത്തിയിട്ടില്ലെന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയും. ബേസിക്കലി അവര് ആ രാഹു കേത്തുകാലം നോക്കിയിട്ട് കല്യാണം തുടങ്ങാൻ വേണ്ടി ഡിലേ ആക്കുന്നതാണ്. അമ്മാവൻ വന്നില്ലെന്നുള്ളത് അറിയാവുന്ന ആളുകൾക്ക് ഒരു ഹിന്റാണ്. നമ്മൾ ഡേഞ്ചറസ് ആയിട്ടുള്ള കാലം മാറിപ്പോകാൻ വേണ്ടി നോക്കുകയെന്നുള്ളത്. മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്ന് വരുന്നതല്ല, ആത്യന്തികമായിട്ട് സാത്താന്യ ടീച്ചിങ്സ് ആണ്. മനുഷ്യന്റെ തത്വശാസ്ത്രത്തിൽ നിന്നല്ല, മനുഷ്യന്റെ തത്വശാസ്ത്രത്തിൽ നിന്ന് വരുന്നതൊക്കെ ആത്യന്തികമായിട്ട് സാത്താന്യ തത്വശാസ്ത്രമാണെന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ ഇന്ന് ലോകത്തെ സ്വാധീനിക്കുന്ന ഒത്തിരി ടീച്ചിങ്സ് ഡയറക്ട്ലി സാത്താനിൽ നിന്ന് വന്നതാണ്. ഈ സാത്താനിൽ നിന്ന് വന്ന ഈ മൂവ്മെന്റിന്റെ മാതാവായിരുന്ന ആലിസ് ബെയ്ലി. ആലിസ് ബെയ്ലിയുടെ 65 ബുക്സിൽ നിന്ന് നൂറുകണക്കിന് പ്രസ്ഥാനങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് പ്രാണിക് ഹീലിംഗ്. പ്രാണിക് ഹീലിംഗിന്റെ ഹിസ്റ്ററിയെക്കുറിച്ച് ഏത് പുസ്തകം എടുത്താലും അത് പറയുന്നുണ്ട്. സോ ഇവിടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മധ്യേ ഉള്ള എല്ലാ ടീച്ചിങ്സിനെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. എല്ലാ പ്രാക്ടീസസിനെയും നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം.
അത് ദൈവവചനത്തിൽ നിന്നാണോ എന്ന് നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കാൻ നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. കേട്ടാ പെട്ടെന്ന് അത് മനസ്സിലാകത്തില്ല. എന്നാൽ നമ്മുടെ ഇടയ്ക്ക് അങ്ങനെയുള്ള ടീച്ചിങ്സ് ഉണ്ട്. അതിന്റെ ഒരു ഉദാഹരണം പറയട്ടെ. ദേഹിരക്ഷ എന്നും പറഞ്ഞ ഒരു ഉപദേശം നമ്മുടെ ഇടയ്ക്ക് അറിയപ്പെട്ട ഒരു പ്രാസംഗ്യൻ പ്രചരിപ്പിച്ചു തുടങ്ങി. അത് ഒന്ന് രണ്ട് ചോട്ടാ ശിഷ്യന്മാർ അതെടുത്ത് കേരളത്തിൽ മുഴുവൻ എത്തിച്ചിട്ടുണ്ട്. എന്താണ് ഈ ദേഹിരക്ഷ? ദേഹിരക്ഷ എന്നുള്ള, നിങ്ങൾ ആരെങ്കിലും ഈ ഉപദേശത്തിന്റെ ഇൻഫ്ലുവൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാറിപ്പോണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദേഹിരക്ഷ എന്നുള്ള ഉപദേശം ഓർപ്പിക്കുന്നത് മനുഷ്യൻ ദേഹം, ദേഹി ആത്മാവാണ്. ദേഹത്തിന്റെ രക്ഷ വേറെയാണ്, ദേഹിയുടെ രക്ഷ വേറെയാണ്, ആത്മാവിന്റെ രക്ഷ വേറെയാണ്. അതുകൊണ്ട് കർത്താവിന്റെ രണ്ടാം വരവിൽ ആത്മാവിന്റെ രക്ഷ പ്രാപിച്ച ചിലരുണ്ടായിരിക്കും. അവർ ക്രിസ്തുവിന്റെ കൂടെ സഹസ്രാബ്ദ വാഴ്ചയിൽ വാഴും. എന്നാൽ ദേഹിക്കും ദേഹത്തിന് രക്ഷ പ്രാപിക്കാത്ത ചിലരുണ്ടാകും. അവര് സഹസ്രാബ്ദ വാഴ്ചയിൽ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആയിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയത്തില്ല. കേരളത്തിൽ കുറച്ചൊന്ന് പ്രചരിപ്പിക്കാൻ അവർ നോക്കി. ഇതെന്താണ്? ഇത് ബേസിക്കലി ഹിന്ദുയിസമാണ്. ഹിന്ദുയിസത്തിൽ പുനർജന്മം എന്തിനാണ്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തി 84 ലക്ഷം ജന്മങ്ങൾ എടുക്കണം, പുനർജന്മം പ്രാപിച്ചെങ്കിലേ മോക്ഷമുള്ളൂ എന്ന് ഹിന്ദുയിസ് പഠിപ്പിക്കുന്നത്? കാരണം 84 ലാക്ക് 84 ലക്ഷങ്ങൾ ജന്മങ്ങൾ പ്രാപിച്ചു കഴിയുമ്പോൾ ദേഹത്തിന് രക്ഷ ലഭിക്കും, ദേഹിക്ക് രക്ഷ ലഭിക്കും, ആത്മാവിന് രക്ഷ ലഭിക്കുമെന്ന് അവർ പഠിപ്പിക്കുന്നത്. ന്യൂ ഏജ് മൂവ്മെന്റിൽ കൂടെ അത് ക്രിസ്തീയ സമൂഹത്തിലെത്തി. ഇന്ന് പലർ ദേഹിരക്ഷ ദേഹിരക്ഷ എന്ന് ഓടി നടന്ന് പഠിപ്പിക്കുന്നു. അത് വേദപുസ്തകത്തിൽ നിന്ന് വന്നതല്ല, സാത്താനിൽ നിന്ന് വന്നതെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പം ഈ മനുഷ്യരിൽ നിന്നുള്ള ടീച്ചിങ്സ് നമ്മുടെ ഇടയ്ക്ക് വ്യാപിക്കുന്നെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദാഹരണം കൂടെ തന്നു പോകുന്നത് വ്യക്തമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ചിലത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമാകുമെന്ന് ഓർപ്പിക്കട്ടെ. ഈ വിഷയത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ മറ്റ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഓരോ വാക്യം, ചിലപ്പം 2 വാക്യമായിരിക്കും, അത് പഠിച്ചു പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ദൈവവചനത്തിലുള്ള മറ്റ് വാക്യങ്ങളൂടെ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു, ചിലത് ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒന്ന്, ദൈവവചനത്തിൽ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം മറ്റ് ചില ഭാഗങ്ങളായിരിക്കും നമുക്ക് വ്യക്തമാക്കി തരുന്നത്. 2, ആവർത്തനം എന്നുള്ള കാര്യം ദൈവവചനം തന്നെ വെച്ചിരിക്കുന്ന ഒരു പ്രാക്ടീസാണ്. നമുക്ക് ആവർത്തനം അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ആവർത്തന വീരസത എന്ന് തന്നെ ചിലർ പറയാറുണ്ട്. എന്നാൽ ദൈവവചനം ഒരേ വിഷയം ആവർത്തിച്ചു പറയുന്നത് അത് മനുഷ്യന് ആവശ്യമായതുകൊണ്ടാണ്. അപ്പോൾ മനുഷ്യന് ആവശ്യമായതുകൊണ്ട് ദൈവവചനം ഒരു കാര്യത്തെ റിപ്പീറ്റ് ചെയ്യുന്നെങ്കിൽ അത് ആവശ്യമാണെന്നുള്ളത് മനസ്സിലാക്കി നാം ആ റെപ്പറ്റീഷനെ ഇഗ്നോർ ചെയ്യുന്നതിന് പകരം ആ ആവർത്തനത്തിൽ നിന്ന് പഠിക്കുവാൻ ശ്രമിക്കണം. സോ ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞു പോകുന്ന, ഒന്ന്, ദൈവവചനത്തിലുള്ള ആ വിഷയത്തെക്കുറിച്ചുള്ള ആവർത്തനവും, 2, ആ വിഷയത്തെക്കുറിച്ചുള്ള വിശദീകരണവും സ്പഷ്ടമാക്കാനാണ്. അപ്പം ഈ വാക്യങ്ങൾ 11, 12 വാക്യങ്ങളെ കുറെ കൂടെ വ്യക്തമാക്കുന്ന ചില ഭാഗങ്ങൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14, 15. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ഉം 15-ഉം. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്
സാത്താന്റെ ദൂതന്മാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നു. ധരിച്ച് എവിടെ ഈ ശുശ്രൂഷിക്കുന്നത്? താങ്ക് യു ബ്രദർ ജോൺസൺ. ബ്രദർ ജോൺസൺ ഈ വാക്യങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തു പോകും. ഈ സാത്താന്റെ ദൂതന്മാർ നീതിയുടെ ശുശ്രൂഷകരുടെ വേഷം ധരിച്ച് എവിടാ ശുശ്രൂഷ ചെയ്യുന്നത്? വിശ്വാസികളുടെ മധ്യേ. അപ്പൊ ഈ നീതിയുടെ വേഷം ധരിച്ച് അവിശ്വാസികളുടെ മധ്യേ പോയി ശുശ്രൂഷിക്കാത്തത് എന്ത്? കാരണം അവിശ്വാസികൾ ഓൾറെഡി ആ സന്ദേശം ആക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് വേഷം ധരിക്കേണ്ട ആവശ്യമില്ല, നേരെ പോയി ആ ടീച്ചിങ് അങ്ങ് കൊടുത്താൽ മതി. എന്നാൽ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിക്കുന്നത് വിശ്വാസികളുടെ ഇടയ്ക്ക് പ്രവർത്തിക്കാനാണ്. ദൈവജനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വാസികളുടെ മധ്യേ, ക്രിസ്ത്യാനികളുടെ മധ്യേ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാരെയും ഓടിച്ചെന്ന് അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. കാരണം ഇവരിൽ പലര് നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ച് വിശ്വാസികളുടെ മധ്യേ പ്രവർത്തിക്കുന്നവരാണ്. എത്രയോ ആളുകളെക്കുറിച്ച് നാം വായിക്കുന്നു, വിശ്വാസികളുടെ ഇടയ്ക്ക് പ്രവർത്തിച്ചു, വലിയ ആളുകളുടെ മനസ്സിൽ ചലനം സൃഷ്ടിച്ചു. അധികം താമസിക്കാതെ വളരെ സീരിയസ് ആയിട്ടുള്ള പാപങ്ങളിൽ പിടിക്കപ്പെട്ടു. അവര് നീതിയുടെ ശുശ്രൂഷകരുടെ വേഷം ധരിച്ചവരാണ്. അതിനേക്കാൾ സീരിയസ്, വിശ്വാസികളുടെ മധ്യേ നടന്ന് വലിയ വലിയ പ്രസംഗം നടത്തി വിശ്വാസികളുടെ മനസ്സിൽ വലിയ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞ് ഗവൺമെന്റ് പിടിച്ച് അവരെ ജയിലിലിട്ടു. വേർപാടുകാരനാണെന്നും പറഞ്ഞ് നടന്ന് വലിയ ചലനം സൃഷ്ടിച്ച് അമേരിക്കയിൽ നിന്ന് ഈയിടെ ദശലക്ഷക്കണക്കിന് രൂപ വരുത്തി വലിയ കൊട്ടാരം പണിത് ജീവിച്ച ഒരു ബ്രദർന്ന് ഞാൻ പറയുന്നത് സഹോദരനായതുകൊണ്ടല്ല, സഹോദരന് നടിച്ച് നമ്മുടെ മധ്യ നടന്നതുകൊണ്ട് ഇപ്പൊ ജയിലിലാണ്. കൊലപാതക കുറ്റത്തില് ജയിലിലാണ്. ഇവരൊന്നും നീതിയുടെ ശുശ്രൂഷകന്മാരല്ലായിരുന്നു. ഇവരാരും ഇവരെ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചവരായിരുന്നു. അങ്ങനെ അവര് ധരിച്ചാൽ അതിൽ അതിശയമില്ല. കാരണം അങ്ങനെ ഒരു ഫാൻസി ഡ്രസ് വഴി നമ്മുടെ മധ്യേ വന്നെങ്കിലേ നമ്മൾ അവർ പറയുന്നത് ശ്രവിക്കത്തുള്ളൂ. ഇപ്പൊ നാളെ നമ്മുടെ വീട്ടിലെ 2 യഹോവ സാക്ഷിക്കാർ വന്ന് അവരുടെ സുവിശേഷം പറഞ്ഞാൽ നമ്മളിൽ ഒരു നല്ല ശതമാനം ആളുകൾ അത് വിശ്വസിക്കത്തില്ല. നേരെ മറിച്ച് അത് യഹോവ സാക്ഷിക്കാരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളിൽ പലര് വളരെ ശക്തമായിട്ട് അവരെ എതിർക്കും. എന്നാൽ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ച് ഒരു കൺവെൻഷൻ പുൾപിറ്റിലോ ഒരു സഭയുടെ പുൾപിറ്റിലോ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അവരെ അംഗീകരിക്കും. നമ്മുടെ കൺവെൻഷൻ പുൾപിറ്റിൽ പ്രസംഗിച്ച പലര് ഇപ്പൊ ജയിലിൽ കിടക്കുന്നു, അല്ലെങ്കിൽ ഒളിവിലാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന ഒരു സുവിശേഷകൻ കേരളത്തിൽ ഏതാണ്ട് 40 സഭകളായിരുന്നു തനിക്ക് വെൽക്കം കൊടുത്തത്. 40 സഭകളാണ് സ്പെഷ്യൽ മീറ്റിംഗ്സ് ഓർഗനൈസ് ചെയ്തത്. പുള്ളി ഇന്ന് ഒളിവിലാണ്. കാരണം അതുപോലെ തട്ടിപ്പ് കാണിച്ചു. ആൻഡ് പോലീസിൽ നിന്ന് ഓടി നടക്കുകയാണ് ഒളിവിൽ. ഇവരാരും നീതിയുടെ ശുശ്രൂഷകന്മാരല്ലായിരുന്നു, നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം ധരിച്ചവരായിരുന്നു. പെട്ടെന്ന് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ചോദിച്ചെന്നിരിക്കും, ജോൺസൺ ബ്രദറെ, എന്തൊരു മർമ്മസ്പർശിയായിട്ടുള്ള സന്ദേശമാണ്, എങ്ങനെ ഇവരെ മനസ്സിലാക്കണം? ദൈവാത്മാവ് നമുക്ക് നന്മയും തിന്മയും തമ്മിൽ ഉള്ള തിരിച്ചറിവ് നൽകുന്നു. ദൈവാത്മാവിൻ്റെ നിറവിൽ ജീവിച്ചാൽ ആ ഡിഫറൻസ് മനസ്സിലാകും. നമ്മുടെ ഒക്കെ സഭകളിൽ അങ്ങനെ തിരിച്ചറിവുള്ള പല സഹോദരന്മാരും സഹോദരിമാരും ഉണ്ട്. അവർ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് പറയും, ഇത് സാത്താന്യമാണെന്നല്ലോ എന്ന്, അല്ലെങ്കിൽ ഇത് ദൈവത്തിൽ നിന്നല്ലല്ലോ എന്ന്.
നമ്മളത് ശ്രദ്ധിക്കണം. അവർ അങ്ങനെ എന്തുകൊണ്ട് പറയുന്നു? അവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഇത് സത്യമാണോ? ഇതാണോ സത്യം? നാം ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല വാക്യങ്ങള് 1 തെസ്സലോനിയർ 2:13, 1 തെസ്സലോനിയർ 2:13, ഞങ്ങൾ പ്രസംഗിച്ച പ്രവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. സോ 1-ാം നൂറ്റാണ്ടിൽ ദൈവാത്മാവ് ഈ സുവിശേഷം എവിടെല്ലാം അയച്ചു, അവിടെല്ലാം അത്ഭുത പ്രവൃത്തികളിൽ കൂടെ ഇത് ദൈവികമാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ വ്യക്തമായി കിട്ടിയപ്പോൾ ഇത് ദൈവവചനമാണെന്ന് അംഗീകരിച്ച ആളുകളുടെ മധ്യേ ആ ദൈവവചനം വ്യാപരിച്ചിരിക്കുന്ന ആ സത്യം വ്യാപരിച്ചിരിക്കുന്നു. ഗലാത്യലേഖനം 1-ാം അധ്യായത്തിന്റെ 11-12 പറയുന്ന അതേ കാര്യം ഇവിടെ പിന്നെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. ദൈവവചനം ഒരു സന്ദേശം നാം കേൾക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് അല്ലെ, അതിൻ്റെ ഉറവിടം ദൈവമാണോ മനുഷ്യനാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ധാരാളം തെളിവുകൾ ദൈവം നൽകിയിട്ടുണ്ട്. നമ്മളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളിൽ പലർക്കുള്ള പ്രശ്നം ആരെ കൊണ്ട് കഷ്ടപ്പെടാൻ സാധിക്കുമെന്നോർത്ത് നമ്മളത് ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിച്ചാൽ ഈ തെസ്സലോനിയയിലുള്ള വിശ്വാസികളെ പോലെ നമുക്കും അത് വ്യക്തമാകും. എഫേസ്യ ലേഖനം 3:3-5, എഫേസ്യ ലേഖനം 3:3-5. അവിടെ നാം വായിക്കുന്നത്, ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പൗലോസിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് എങ്ങനെയാ പ്രവർത്തിച്ചതെന്നുള്ളത് ആ മിഡിൽ ഈസ്റ്റിലുള്ള വിശ്വാസികൾക്കെല്ലാം അറിയാമായിരുന്നു. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഇത് എഴുതിയ പൗലോസ് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുമായിരുന്നല്ലോ. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നു. പൂർവകാലത്തിൽ ക്ലിയർ ആക്കിയതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിന്റെ സന്ദേശം ദൈവാത്മാവ് ദൈവജനത്തിന് വ്യക്തമാക്കി കൊടുത്തു. മറ്റ് കുറെ വാക്യങ്ങളൂടുണ്ട്. ദൈവം അനുവദിച്ചാൽ ഇന്ന് ഞാൻ ഈ 11-12 വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ നോട്ട്സ് ആൻഡ് ഔട്ട്ലൈൻസ് BTA ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബ്രദേഴ്സ് അത് പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അത് ഇംഗ്ലീഷിലാണെന്നുള്ളതിന് ക്ഷമാപണം ചെയ്യുന്നു. എന്നാൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ട് എടുക്കാമല്ലോ. ഈ ഔട്ട്ലൈൻസ് ഞാൻ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയ ഔട്ട്ലൈൻസ് പോസ്റ്റ് ചെയ്യുന്നതിനൊരു പർപ്പസ് ഉണ്ട്. ദൈവം എനിക്ക് നൽകിയതിനനുസരിച്ച് ഞാൻ ദൈവവചനം പഠിച്ചു, ഔട്ട്ലൈൻസ് റെഡിയാക്കി. അത് എൻ്റെ സെൽഫിഷ് കോപ്പിറൈറ്റ് ആയിട്ട് വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് തരുന്നത്, ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്നതിൽ പല സഹോദരന്മാരെയും സഹോദരിമാരെയും ദൈവാത്മാവ് ദൈവവചനം പഠിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ ഇതൂടെ ഉപയോഗിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു.